Dear students, ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹാരി മാർക്കോവിറ്റ്സിൻ്റെ തന്നെ വരാവുന്ന ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ആണ്. ക്ലിയർ? അപ്പോൾ അദ്ദേഹം MPT മോഡേൺ പോർട്ട്ഫോളിയോ തിയറി കൊണ്ടുവന്നപ്പോൾ അല്ലേ, അതിലുള്ളൊരു കോൺസെപ്റ്റായിട്ടാണ് നമ്മൾ എഫിഷ്യൻ പോർട്ട്ഫോളിയോ നോക്കിയത് അല്ലേ. അപ്പോൾ എഫിഷ്യൻ പോർട്ട്ഫോളിയോ എന്ന ചെറിയൊരു വ്യത്യാസം ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്നുള്ള ടേമിനുണ്ട്. ക്ലിയർ? സോ എന്താണ് ഈ ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ? So Harry Markowitz introduced the idea of optimal portfolio in 1952. Clear? MPTയുടെ ഇയറിൽ തന്നെയാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ? അങ്ങനെ ഒരു തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ? സോ എ കോൺസെപ്റ്റ് കോൾഡ് optimal portfolio. So the concept of optimal portfolio consists of or concerned with or comes from modern portfolio theory. ക്ലിയർ? സോ ഇവിടെയും ഉദ്ദേശം തന്നെയാണ് MPTയുടെ ഉദ്ദേശം തന്നെ, ഒബ്ജക്റ്റീവ് അല്ലേ. എന്താ MPTയുടെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ലീസ്റ്റ് ആയിട്ടുള്ള റിസ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടി ലീസ്റ്റ് ആയിട്ടുള്ള റിസ്ക് ഏറ്റെടുക്കാൻ അല്ലേ, റിസ്ക് ലെവലിലുള്ള പോർട്ട്ഫോളിയോ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ വരാവുന്ന എഫിഷ്യൻ പോർട്ട്ഫോളിയോ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇതിന് എഫിഷ്യൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? ഒപ്റ്റിമൽ. ക്ലിയർ? എന്തുകൊണ്ട് ഒപ്റ്റിമൽ എന്ന് പറയാൻ കാരണം നമ്മൾ ഒരുപക്ഷെ എഫിഷ്യൻ ഫ്രണ്ടിയറൊക്കെ വരയ്ക്കുമ്പോൾ എഫിഷ്യൻ ഫ്രണ്ടിയറിൻ്റെ മുകളിൽ അല്ലേ, എഫിഷ്യൻ ഫ്രണ്ടിയറിൻ്റെ കേസ് നമ്മൾ നോക്കി. ക്ലിയർ? ഇപ്പോൾ ഇത് എഫിഷ്യൻ ഫ്രണ്ടിയർ ആണ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ എഫിഷ്യൻ ഫ്രണ്ടിയറിൻ്റെ മുകളിൽ എന്തുണ്ട്? കുറേയധികം പോയിന്റ്സ് വരാം അല്ലേ, പക്ഷെ ചിലപ്പോൾ പോയിന്റ്സ് വരാതിരിക്കാം. ഇവിടെ തന്നിട്ടില്ല, പക്ഷേ എങ്കിലും ചിലപ്പോൾ എന്ത് വരാം? ദർ മേ ബി പോയിന്റ്സ്. ക്ലിയർ? ഇൻ ദി എബോവ് ദി എഫിഷ്യൻ ഫ്രണ്ടിയർ. പക്ഷേ ഇതെല്ലാം വരുന്നത് സാധ്യമാണോ? നമുക്ക് നോക്കാം. ഇവിടെ റിട്ടേൺ അല്ലേ, ഈ റിട്ടേൺ എന്ന് പറയുന്നത് ഹയസ്റ്റ് റിട്ടേൺ ആണ് അല്ലേ, റിസ്ക് വളരെ കുറവാണ്. ഇങ്ങനൊരു ഇത് വരാൻ സാധ്യതയുണ്ടോ? നോർമലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ക്ലിയർ? സോ ഈവൻ ദോ നമ്മൾ ചിലപ്പോൾ പോർട്ട്ഫോളിയോ സെക്യൂരിറ്റീസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ലീസ്റ്റ് റിസ്കിൽ, ക്ലിയർ, 1-2 ലെവൽ ഓഫ് റിസ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1-2 കിട്ടുന്ന ലെവലിൽ ഹയസ്റ്റ് റിട്ടേൺ ഒക്കെ ചിലപ്പോൾ വന്നു എന്ന് വരും. പക്ഷെ അതെന്തല്ല, ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ്. ക്ലിയർ? ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ, ഒരു നോർമൽ ബിസിനസ് സിറ്റുവേഷനിൽ ഇത് സാധ്യമായിരിക്കില്ല. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് മാക്സിമം റിട്ടേൺ എന്ന് നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. ക്ലിയർ? പകരം എന്താ പറ്റുക? വാട്ട് ഷാൽ ബി ദ ഒപ്റ്റിമം അല്ലേ. ഇപ്പോൾ ഒരു ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, ഒപ്റ്റിമം മാക്സിമം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. മാക്സിമം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് എന്നാണ് അർത്ഥം, ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താ? ബെസ്റ്റ് പോസിബിൾ എന്നാണ് അർത്ഥം. ക്ലിയർ? സോ വി നീഡ് ടു ട്രൈ ഫോർ എ best possible alternative, clear, in the form of portfolio. Clear? So while combining securities in order to form portfolios, clear, we often required to have a balance between risk and return, clear, and thereby taking into account the practicality of the situation. Clear? So we should try to optimize it rather than maximize the clear return. അപ്പോൾ റിട്ടേൺ മാക്സിമൈസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ മിക്കവാറും എഫിഷ്യൻ ഫ്രണ്ടിയറിൻ്റെ മോഡിലേക്ക് വരാവുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിരിക്കും. അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു സ്ട്രൈക്ക്, ക്ലിയർ, ബിറ്റ്വീൻ എ വാല്യൂ. ക്ലിയർ? വാട്ട് ഷാൽ ബി ഓപ്റ്റിമം? എന്താണ് നമുക്ക് ശരിക്കും ഓപ്റ്റിമമായിട്ട് വരിക? ചിലപ്പോൾ എഫിഷ്യൻ ഫ്രണ്ടിയറിൻ്റെ മുകളിൽ തന്നെ അത് വരാം. ക്ലിയർ? ചിലപ്പോൾ എഫിഷ്യൻ ഫ്രണ്ടിൻ്റെ താഴെയായിട്ടും വരാം. ക്ലിയർ? അല്ലെങ്കിൽ അതിൻ്റെ ലൈനായിട്ടും വരാം. ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ റിസ്കിനെയും റിവാർഡിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഏത് പോർട്ട്ഫോളിയോ ആണ് നല്ലതെന്ന് തീരുമാനിക്കണം. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞത്? റിസ്ക് റിവാർഡ് അല്ലേ, റിസ്കിനെയും റിവാർഡിനെയും കമ്പയർ ചെയ്യും. ക്ലിയർ? അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് ലെവൽ അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഒരു പോർട്ട്ഫോളിയോയെ ജഡ്ജ് ചെയ്യേണ്ടത്. അങ്ങനെ റിസ്കിനെയും റിവാർഡിനെയും ബേസ് ചെയ്തിട്ട് ക്ലിയർ പോർട്ട്ഫോളിയോ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കിട്ടുന്ന ഒരു പോർട്ട്ഫോളിയോയ്ക്ക് പറയുന്ന പേരാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. Clear? So the optimal portfolio comes from the modern portfolio theory, and one of the assumptions of this theory is that investors will act rationally considering risk and return. Okay? Risk and return നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു? റാഷണലൈസ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുക, റിട്ടേൺ വളരെ കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ബെറ്റർ റിട്ടേൺ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും ഗോളായിട്ട് പറയുന്നത്. ക്ലിയർ? So rational investors will obviously prefer to invest in efficient portfolio. So the particular portfolio that an individual investor will select from an efficient frontier will depend on that investor's degree of risk aversion. അപ്പോൾ ഇവിടെ മാർക്കോവിറ്റ്സ് പറയുന്നത്, സാധാരണ നമ്മൾ എഫിഷ്യൻ ഫ്രണ്ടിയർ നോക്കുന്ന സമയത്ത് അല്ലേ, പലതരത്തിലുള്ള പോർട്ട്ഫോളിയോ നമുക്ക് എഫിഷ്യൻ ഫ്രണ്ടിയേഴ്സ് അവൈലബിൾ ആവും. പക്ഷേ ഇതിൽ ഏത് സെക്യൂരിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നിശ്ചയിക്കുന്ന ആരാണ്?
ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മളെ സമയത്തോളം നമ്മുടെ ഇൻവെസ്റ്റർക്ക് റിസ്ക് ഇത്രയൊന്നും ഏറ്റെടുക്കാൻ ചിലപ്പോൾ തയ്യാറുണ്ടാവില്ല. പക്ഷേ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ തിയറി അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിലെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താ? ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ അല്ലേ, വിത്ത് നോർമൽ. അപ്പോൾ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൽ വരുന്ന ഒരു റിട്ടേൺ ആണ് എന്ത്? നല്ലൊരു റിട്ടേൺ എന്ന് പറയുന്നത്. ഇതൊക്കെ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും ലെവൽ ഓഫ് റിസ്ക് ഏറ്റെടുക്കാൻ ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റർക്ക് കഴിയില്ല. അദ്ദേഹത്തിന് വേണ്ട റിസ്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് വിചാരിക്കുക. ഹി ഈസ് റെഡി ടു ടേക്ക് ഓൺലി ദിസ് മച്ച് ഓഫ് റിസ്ക്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് അതിനെ കട്ട് ഷോർട്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും എന്ത് ചെയ്യുന്നു? അവർ റിസ്ക് അവേഴ്സ് ആയതുകൊണ്ട്, ക്ലിയർ, റിസ്കിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ക്ലിയർ റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോൻ്റെ സെലക്ഷൻ പലപ്പോഴും എന്തിനെ ആശ്രയിച്ചിരിക്കും? ഈ റിസ്ക് അവേഴ്ഷൻ. ക്ലിയർ? അപ്പോൾ രണ്ട് തരത്തിലുള്ള ടേമാണ് വരിക. ഒന്ന് റിസ്ക് അവേഴ്ഷൻ, ചില ആൾക്കാർ റിസ്ക് ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്നതിന് റിസ്ക് അവേഴ്ഷൻ എന്ന് പറയും. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൾക്കാർ നമ്മൾ റിസ്ക് സീക്കിംഗ് അല്ലെങ്കിൽ റിസ്ക് ടോളറൻറ്റ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ റിസ്ക് ടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, റിസ്ക് അവേഴ്ഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോയുടെ പ്രത്യേകത എന്താ? ഇത് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? വി കനോട്ട് ഡിസൈഡ് അപ്പോൺ വാട്ട് ഷാൽ ബി ദി ഓപ്റ്റിമം പോർട്ട്ഫോളിയോ ഇൻ മാത്തമാറ്റിക്കൽ വേ, ജസ്റ്റ് ലൈക്ക് as in the case of efficient portfolio. ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് മാത്തമാറ്റിക്കലി ഫോമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഷാൽ ബി ദി എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന്. ക്ലിയർ? പക്ഷേ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ഇത് സബ്ജക്റ്റീവ് ആണ്. കാരണം എന്താ? ഈ റിസ്ക് അവേഴ്ഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും വ്യത്യാസമായിരിക്കും. അതുപോലെ റിട്ടേൺ എക്സ്പെക്ടേഷനും ഓരോ ഇൻഡിവിജ്വൽസിനും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ സബ്ജക്റ്റീവ് ആയതുകൊണ്ട്, ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? സോ ഇറ്റ് ഈസ് ഓൺലി എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ക്ലിയർ? ഒരു ഗ്രാഫിക്കലായുള്ള റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ക്ലിയർ? അതിന് നമുക്ക് ഫോമുല ഉപയോഗിച്ച് ആൾജിബ്രിക്കലി ടെസ്റ്റ് ചെയ്യാനോ വെരിഫൈ ചെയ്യാനോ പറ്റില്ല. So, a high risk averse investor will hold a portfolio and on a lower left clear hand segment of the efficient frontier. Clear? Efficient frontier ന്റെ ലോവർ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ? ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഏറ്റെടുക്കാനുള്ള തയ്യാറാവുക. കാരണം എന്താ? റൈറ്റ് ഹാൻഡിലേക്ക് അവർ പോവില്ല. വൈ ദേ ആർ നോട്ട് മൂവിങ്? ബിക്കോസ് ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് മച്ച് റിസ്ക്. ഇങ്ങോട്ട് പോകും തോറും എന്ത് വരും? റിസ്ക് കൂടുതൽ വരും. ക്ലിയർ? അപ്പം അതുകൊണ്ട് മിക്കവാറും റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അത് എടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? റിസ്ക് കുറഞ്ഞ രീതിയിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക്, എഫിഷ്യൻറ്റ് ഫ്രണ്ടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക്, ഇടത് ഭാഗത്തേക്ക്, ക്ലിയർ, അതിനോടനുബന്ധിച്ച് വരാവുന്ന രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും സെലക്ട് ചെയ്യാനുള്ള സാധ്യത. ക്ലിയർ? സോ വൈൽ ആൻ ഇൻവെസ്റ്റർ ഹു ഈസ് not too risk averse will hold one of the upper portion of the efficient frontier. അല്ലേ? അതുപോലെ തന്നെയാണ് റിസ്ക് അവേഴ്ഷൻ അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ ടോപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും എടുക്കുക. അല്ലേ? കുറച്ച് റിസ്ക് ഏറ്റെടുത്താലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും? സോ ദേ വിൽ ട്രൈ ടു അപ്പർ പാർട്ട്, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം അല്ലേ, കുറച്ചുകൂടെ റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അപ്പർ പാർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ എന്തുണ്ടാവും? വ്യത്യാസമുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് സെലക്ഷൻ ബുദ്ധിമുട്ടായിട്ട് വരും. ക്ലിയർ? സോ ദ സെലക്ഷൻ ഓഫ് ദി ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ ദസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻവെസ്റ്റേഴ്സ് റിസ്ക് അവേർഷൻ ഓർ കൺവേഴ്സ്ലി ഓൺ ഹിസ് റിസ്ക് ടോളറൻസ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോൻ്റെ സെലക്ഷൻ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ രണ്ട് നമ്മൾ നോക്കും. റിട്ടേൺ എക്സ്പെക്ടേഷനും റിസ്കിൻ്റെ ലെവലും അല്ലേ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടെന്ന് പറയുക. ക്ലിയർ? പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസ്ക് അവേർഷൻ അല്ലെങ്കിൽ റിസ്ക് ടോളറൻസ്. ക്ലിയർ? ഇതിൻ്റെ അളവനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്? പോർട്ട്ഫോളിയോൻ്റെ സെലക്ഷൻ. ക്ലിയർ? സോ ദ സെലക്ഷൻ അണ്ടർ ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ സിറ്റുവേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻവെസ്റ്റേഴ്സ് റിസ്ക് ടോളറൻസ് ലെവൽ ഓർ റിസ്ക് അവേർഷൻ ലെവൽ. ക്ലിയർ? ദിസ് ക്യാൻ ബി ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ്. അപ്പോൾ താഴെ നമ്മളൊരു ഗ്രാഫ് കണ്ടിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ കുറേ ലൈൻസ് കാണാം. നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന മറ്റൊന്നിൽ നിന്ന് വ്യത്യാസമില്ല. ക്ലിയർ? ഇവിടെ എന്താണ് വരുന്നത്? സോ ദീസ് ആർ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ് നമ്മൾ എക്സ് ആക്സസിൽ വൈ ആക്സസിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഇവിടെ ഓപ്റ്റിമം പോർട്ട്ഫോളിയോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തു. ക്ലിയർ? പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആക്സസിൽ കൊടുത്തു. ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ത് ചെയ്തു? വൈ ആക്സസിലും കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ വരും അല്ലേ? എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൻ്റെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ നോക്കിയല്ലേ, ഇതൊരു കർവ്ഡ് ആയിട്ടാണ് വരുന്നത്. എന്താ കർവ്ഡ് ആയിട്ട് വരാൻ കാരണം?
സാധാരണ നമ്മൾ എന്താ റിസ്ക് കുറയും തോറും അല്ലെ, റിട്ടേൺ കുറയും തോറും റിസ്ക് കുറയണം. പക്ഷേ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് റിട്ടേണിനേക്കാളും വീണ്ടും നമ്മൾ കുറഞ്ഞിട്ട് വരികയാണെങ്കിൽ റിസ്ക് വീണ്ടും എന്ത് ചെയ്യാൻ കൂടുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് വൈ അതിൻ്റെക്ക് എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് കുറച്ച് കർവ് ചെയ്തിട്ട് വരും. ക്ലിയർ? അപ്പോൾ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി റിട്ടേൺ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ മാത്രമേ ഇത് പറ്റുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ റിട്ടേൺ കുറഞ്ഞു പോകുമ്പോൾ റിസ്ക് വീണ്ടും കൂടുകയാണ് ചെയ്യുക. ക്ലിയർ? കൂടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ ചെറിയൊരു കർവ് ഇങ്ങനെ വരുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് വാട്ട് എഫിഷ്യൻ ഫ്രണ്ട്. ഇവിടെയൊക്കെ പോർട്ട്ഫോളിയോ ഉണ്ട് അല്ലേ? ഇങ്ങനെ നമ്മൾ പോർട്ട്ഫോളിയോസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് റിസ്ക് റിവാർഡ് ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ യോജിപ്പിച്ചുകൊണ്ട്, റിട്ടേണിനെയും റിസ്കിനെയും യോജിപ്പിച്ചുകൊണ്ട് കർവുകൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ്. എന്താണ് പേര് പറയുക? ഇൻഡിഫറൻസ് കർവ്. ക്ലിയർ? സോ വി വിൽ ഗെറ്റ് ക്ലിയർ സോ മെനി നമ്പേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ക്ലിയർ? അതിന് I1, I2, I3 എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒരു വിസിബിൾ ഉണ്ടാവില്ല. ദിസ് ഈസ് I1. ക്ലിയർ? മീൻസ് ഇൻഡിഫറൻസ് കർവ് 1. ദിസ് ഈസ് I2. ക്ലിയർ? ദിസ് ഈസ് I3. ഇങ്ങനെ ഡിഫറെൻറ്റ് കർവുകൾ കിട്ടും. ഈ ഓരോ കർവിൻ്റെ പ്രത്യേകത എന്താ? ഓൾ ദീസ് കർവ് ഷോസ് ഡിഫറെൻറ്റ് ക്ലിയർ റിസ്ക് റിവാർഡ് റിലേഷൻഷിപ്പ്. ക്ലിയർ? റിസ്ക് റിവാർഡ് റിലേഷൻഷിപ്പിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഇതിങ്ങനെ പറയാൻ പറ്റും, ഇവിടെ ഇത്ര രീതിയിൽ പറയാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ പറയാൻ പറ്റില്ല. ഇങ്ങനെ റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ക്ലിയർ റിലേഷൻഷിപ്പ് അനുസരിച്ച്, റേഷ്യോ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ പോർട്ട്ഫോളിയോസിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു കർവായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൽ വരുന്ന അല്ലേ, അത്തരത്തിൽ വരുന്ന കർവുകളെയാണ് എന്ത് പറയുക? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. ഓക്കെ? അപ്പോൾ അതെന്ത് ചെയ്യും? എഫിഷ്യൻ ഫ്രണ്ടിയറിൻ്റെ താഴേക്കും വരാം, എഫിഷ്യൻ ഫ്രണ്ടിയറിനെ ടാൻജൻ്റ് ആയിട്ടും വരാം, എഫിഷ്യൻ ഫ്രണ്ടിയറിൻ്റെ മുകളിലായിട്ടും വരാം. ക്ലിയർ? ഓക്കെ. ഇവിടെ ടാൻജൻ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട് അല്ലേ? ഈ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഈ പോയിന്റിൽ റിസ്ക് റിവാർഡ് റേഷ്യോ വിൽ ബി ദ മാക്സിമം. ക്ലിയർ? ഇപ്പോൾ ഇവിടെയൊക്കെ റിട്ടേൺ കൂടുതലുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് റിസ്കിനെ അനുസരിച്ച് അനുപാതമായിട്ട് എന്ത് കിട്ടുന്നുണ്ടാവില്ല? റിട്ടേൺ കിട്ടുന്നുണ്ടാവില്ല. റിട്ടേൺ കൂടുതലാണ്, പക്ഷേ റിസ്കിന് ഏറ്റെടുക്കുന്ന റിസ്കിന് അനുപാതമായിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ ഈ പോയിന്റിൽ ക്ലിയർ, അതിനാണ് നമ്മൾ നേരത്തെ എഫിഷ്യൻ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഷാർപ്പ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഷാർപ്പ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദർ ഇസ് എ പോയിന്റ് വെയർ ദർ ഇസ് എ മാക്സിമം ഷാർപ്പ് റേഷ്യോ. ഇപ്പോൾ ഷാർപ്പ് റേഷ്യോ മാക്സിമം ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ മാക്സിമം ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു പോയിന്റ് നമുക്ക് O എന്ന് പറയാം. ദാറ്റ് ഈസ് ഓപ്റ്റിമം. ക്ലിയർ? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് പോയിന്റ്. ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവും. ഈ പോർട്ട്ഫോളിയോ ടാൻജൻ്റ് ആയിട്ട് വരുന്നു. ക്ലിയർ? ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ട് വരുന്ന, ക്ലിയർ, നമ്മൾ റിസ്ക് റിവാർഡിൻ്റെ റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കർവുകൾ വരയ്ക്കുന്ന സമയത്ത് ഓക്കെ, അത് എഫിഷ്യൻ ഫ്രണ്ടിയറിൽ ടാൻജൻ്റ് ആയിട്ട് വരുന്ന ക്ലിയർ ഏതോ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കൂടുതലായിരിക്കും, ഹയസ്റ്റ് റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരിക്കും. ക്ലിയർ? ഗിവൺ ലെവൽ ഓഫ് റിസ്കിന് ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. ഓക്കെ? റിട്ടേൺ എന്ന് തന്നെയാണ് നമ്മൾ റിവാർഡ് എന്ന് പറയുക. ക്ലിയർ? സോ ഹയസ്റ്റ് റിവാർഡ് വിൽ ബി ഫോർ ദി ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. അങ്ങനെ വരുന്ന ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഷാർപ്പ് റേഷ്യോ വളരെ കൂടുതലായിട്ടുള്ള വരുന്നതായിരിക്കും. ക്ലിയർ? ഈ ലെവലിന് നമ്മൾ എന്ത് പറയുന്നു? ഈ പോർട്ട്ഫോളിയോനെ എന്ത് പറയുന്നു? ഓപ്റ്റിമം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നു. ക്ലിയർ? സോ ദിസ് ഈസ് വാട്ട് optimum or optimal portfolio. Clear? So this can be graphically represented through a series of risk return utility curve or indifference curve. Clear? Risk ന്റെയും റിട്ടേണിന്റെയും ക്ലിയർ നേച്ചറിന് ലെവലിനെ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് അനുസരിച്ച് നമ്മൾ വരയ്ക്കുന്ന കർവിനെ പറയുന്ന പേരാണ് റിസ്ക് റിട്ടേൺ യൂട്ടിലിറ്റി കർവ്, അല്ലെങ്കിൽ അതിന് എന്ത് പേര് കൂടെ പറയുന്നു? ഇൻഡിഫറൻസ് കർവ്. ക്ലിയർ? സോ ദി ഇൻഡിഫറൻസ് കർവ്സ് of an investors are shown in the figure below. Clear? നിങ്ങൾ താഴെ കാണുന്ന എന്താണ്? ഒരു ഇൻവെസ്റ്ററുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ്, റിസ്ക് റിട്ടേൺ ക്ലിയർ കർവുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത്, യൂട്ടിലിറ്റി കർവ്. ഓക്കെ? ദെൻ so the investor is indifference between the successive points in a curve. ക്ലിയർ? കർവിലുള്ള സക്സസീവ് പോയിന്റ്സിൽ അദ്ദേഹത്തിന് ഇൻഡിഫറൻസ് ആണ്. ക്ലിയർ? കാരണം എന്താ? അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഫോർ എക്സാമ്പിൾ അല്ലേ, ഇവിടെ ഇത്ര റിസ്ക് ഏറ്റെടുക്കാൻ ആൾക്ക് ഇത്ര റിട്ടേൺ കിട്ടും അല്ലേ, അതിനെ പ്രൊപ്പോർഷൻ ആയിട്ടാണ് ഇവിടെ ഇത്ര റിസ്ക് ഏറ്റെടുക്കുമ്പോൾ ഇത്ര റിട്ടേൺ കിട്ടും. ക്ലിയർ? ഇങ്ങനെ അയാൾ ഇൻഡിഫറൻ്റ് ആയിട്ട് മാറുന്നു. ഇത്രയും റിസ്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? കുറച്ച് റിട്ടേൺ കൂടുതൽ കിട്ടും. ഇങ്ങനെ റിസ്കിനെയും റിട്ടേണിൻ്റെയും യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ട് ക്ലിയർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോയിന്റ്സിന് നമ്മൾ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ
നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ എന്ത് പറയാം? സോ ദിസ് ഈസ് കോൾഡ് റിസ്ക് റിട്ടേൺ യൂട്ടിലിറ്റി കർവ് ഓർ risk reward utility curve or indifference curve. Okay, so each successive curve moving upwards to the left represents the higher level of satisfaction or utility. Like ഇതിൽ കാണുന്ന ഓരോ ലെവലും എന്താണ്? ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആണ്. ക്ലിയർ? ഇതിനേക്കാളും കൂടുതൽ യൂട്ടിലിറ്റി ആണ് ഇവിടെ, ഇതിനേക്കാളും കൂടുതൽ യൂട്ടിലിറ്റി ആണ് ഇവിടെ. ക്ലിയർ? ഈ രീതിയിലായിരിക്കും അത് കാണിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ വരിക. സോ ദ ഇൻവെസ്റ്റേഴ്സ് ഗോൾ വുഡ് ബി maximize his utility by moving up to the highest utility curve. Clear? As far as possible എന്ത് ചെയ്യണം? Move to highest possible level. Clear? ഇതിൽ നിന്നും ഇതിലേക്ക് പോകാനായിരിക്കും അദ്ദേഹം ശ്രമിക്കേണ്ടത്, അതുപോലെ ഇതിൽ നിന്ന് ഇതിലേക്ക് പോകാനായിരിക്കണം ശ്രമിക്കേണ്ടത്. ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇൻവെസ്റ്റർ അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ നോർമലി എന്ത് ചെയ്യും? എടുക്കും. കാരണം എന്താ? ഹീസ് ലൈക്സ് ടു ഗെറ്റ് മോർ റിട്ടേൺ. ക്ലിയർ? വിത്ത് ലീസ്റ്റ് റിസ്ക്. അപ്പോൾ അതാണ് അദ്ദേഹത്തെ അവരുടെ basic requirement. So optimal portfolio for an investor would be one at the point of tangency between the efficient frontier and the risk return utility or indifference curve. Clear? അപ്പോൾ ഏതൊരു സന്ദർഭത്തിൽ ഈ ഇൻഡിഫറൻസ് കർവ് നമ്മൾ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൽ എന്ത് ചെയ്യും? ടാൻജൻ്റ് ആയിട്ട് വരുന്നു. ആ പോയിന്റിലുള്ള പോർട്ട്ഫോളിയോ നമ്മൾ എന്ത് പറയാം? ഓപ്റ്റിമം പോർട്ട്ഫോളിയോ എന്ന് പറയും. ക്ലിയർ? സോ ഓപ്റ്റിമം പോർട്ട്ഫോളിയോ ഈസ് എ പോർട്ട്ഫോളിയോ വിച്ച് ഈസ് ക്ലിയർ coming clear under the efficient frontiers as a tangent to the indifference curve. Clear? അപ്പോൾ ഇൻഡിഫറൻസ് കർവും എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിലും ടാൻജൻ്റ് ആയിട്ട് വരുന്ന പോർട്ട്ഫോളിയോ എന്തായിട്ട് പറയുന്നു? ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ ആയിട്ട് പറയും. ക്ലിയർ? സോ ദിസ് ഈസ് സോ ദ പോയിന്റ് O represents the optimal portfolio. Okay, ഇവിടെ ഡിഫറൻസ് നമുക്ക് നോക്കാം. സോ ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ optimal portfolio and efficient portfolio is that the Markowitz efficient portfolio can be determined mathematically. Algebraic ആയിട്ട് അത് നിശ്ചയിക്കാൻ പറ്റും. പക്ഷേ ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ സബ്ജക്റ്റീവ് ആയതുകൊണ്ട്, ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ട്, ഓരോ ഇൻവെസ്റ്ററുടെയും റിസ്ക് റിവാർഡിൻ്റെ അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ ടോളറൻസ് ലെവൽ ഇതിനൊക്കെ ആശ്രയിച്ച് വരുന്നത് കൊണ്ട് അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലിയർ? അത് മാത്തമാറ്റിക്കലി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ.